വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ ഒരു ദുരന്തം നടന്നിട്ട് ഇപ്പോൾ ഒരു വർഷം തികയുകയാണ്. 2025 ജൂൺ 12-നായിരുന്നു അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഉടനെ എയർ ഇന്ത്യയുടെ AI-171 വിമാനം തകർന്നു വീണത്. ജീവനക്കാരും യാത്രക്കാരും ഭൂമിയിലുണ്ടായിരുന്നവരും ഉൾപ്പെടെ 260 പേരുടെ ജീവനാണ് ആ ദുരന്തം കവർന്നത്. ദുരന്തത്തിന്റെ 1-ാം വാർഷികത്തിൽ ഇരകളുടെ കുടുംബങ്ങൾക്ക് എയർ ഇന്ത്യ വാഗ്ദാനം ചെയ്ത അന്തിമ നഷ്ടപരിഹാരത്തെ ചൊല്ലി വലിയൊരു വിവാദം പുകയുകയാണ്. നഷ്ടപരിഹാരത്തുക കൈപ്പറ്റണമെങ്കിൽ എയർ ഇന്ത്യക്കെതിരെ വിമാന നിർമ്മാതാക്കളായ ബോയിങ് ഉൾപ്പെടെയുള്ള കമ്പനികൾക്കെതിരെയോ ഇനി ഭാവിയിൽ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിക്കില്ല എന്ന് കുടുംബങ്ങൾ ഒപ്പിട്ട് നൽകണം എന്ന നിബന്ധനയാണ് ഇപ്പോൾ വൻ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. എന്താണ് ഈ നിയമപരമായ ഒഴിഞ്ഞുമാറൽ അഥവാ ലീഗൽ വെയ്വർ? എന്തുകൊണ്ടാണ് ഇരകളുടെ കുടുംബങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്? ഈ വിവാദം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത് മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മകൾ രാധിക മിശ്രയാണ്. ആ ദാരുണ അപകടത്തിൽ വിജയ് രൂപാണിയും കൊല്ലപ്പെട്ടിരുന്നു. രാധിക മിശ്ര ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരന് അയച്ച ഇമെയിലിലൂടെയാണ് എയർ ഇന്ത്യയുടെ ഈ നീക്കത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചത്. അപകടത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇത്തരമൊരു രേഖയിൽ ഒപ്പുവയ്ക്കാൻ എയർ ഇന്ത്യ കുടുംബങ്ങളെ നിർബന്ധിക്കുന്നു എന്നാണ് ഉയർന്നുവരുന്ന ആക്ഷേപം. രാധിക തന്റെ കത്തിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് നഷ്ടപരിഹാരത്തെക്കാൾ പ്രധാനം ഉത്തരങ്ങളാണ്. സുതാര്യതയും കൃത്യവുമായ കാരണവും അറിയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വസ്തുതകൾ പൂർണ്ണമായി പുറത്തു വരുന്നതിന് മുൻപ് എല്ലാ നിയമപരമായ അവകാശങ്ങളും എന്നേക്കുമായി ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. അത് നീതിയല്ല. കുടുംബങ്ങൾക്ക് നൽകിയിരുന്ന റെസിപ്റ്റ്, ഡിസ്ചാർജ് ആൻഡ് ഇൻഡംനിറ്റി എന്ന ഡോക്യുമെന്റിലെ 1-ാം ഖണ്ഡിക പ്രകാരം ഈ തുക സ്വീകരിക്കുന്നതോടെ എയർ ഇന്ത്യയെ മാത്രമല്ല വിമാന നിർമ്മാതാക്കളായ ബോയിങ്, എഞ്ചിൻ നിർമ്മിച്ച ജനറൽ ഇലക്ട്രിക്, മറ്റ് സാങ്കേതിക സഹായം നൽകിയ ഹണിവെൽ, കൂടാതെ അഹമ്മദാബാദ് എയർപോർട്ട് അതോറിറ്റി, ഭാരത സർക്കാർ എന്നിവരെ പോലും ഭാവിയിലെ എല്ലാത്തരം നിയമബാധകളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കണം. ഭാവിയിൽ അന്വേഷണ റിപ്പോർട്ടിൽ കമ്പനികളുടെ ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയാൽ പോലും കുടുംബങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിലെ അപകടകരമായ വശം. എന്താണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇതിനകം കണ്ടെത്തിയത്? പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കകം 2 എഞ്ചിനുകളിലെയും ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറിയെന്നാണ്. ഇതേ തുടർന്ന് എഞ്ചിനിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെടുകയും വിമാനത്തിന്റെ പവർ പൂർണ്ണമായി നഷ്ടപ്പെട്ട് തകർന്ന് വീഴുകയുമായിരുന്നു. ഇത് പൈലറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ മാനുവൽ ഇടപെടലാണോ അതോ വിമാനത്തിന്റെ മെക്കാനിക്കൽ തകരാറാണോ എന്ന കാര്യത്തിൽ അന്തിമ റിപ്പോർട്ട് വരാനിരിക്കുന്നതേയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് എയർ ഇന്ത്യ അന്തിമ സെറ്റിൽമെന്റുമായി വരുന്നത്. നിലവിൽ ടാറ്റ ഗ്രൂപ്പ് ഇരകളുടെ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. ദുരന്തമുണ്ടായ ഉടനെ 25 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരവും ടാറ്റയുടെ പ്രത്യേക വെൽഫെയർ ട്രസ്റ്റ് വഴി 1 കോടി രൂപ വീതം എക്സ് ഗ്രേഷ്യ ധനസഹായവും 94% കുടുംബങ്ങൾക്കും നൽകിക്കഴിഞ്ഞു. മോൺട്രിയൽ കൺവെൻഷൻ എന്ന അന്താരാഷ്ട്ര വ്യോമയാന നിയമപ്രകാരം വിമാനാപകടങ്ങളിൽ മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് ഏകദേശം 1.9 കോടി രൂപ വാങ്ങാൻ നിയമപരമായി അവകാശമുണ്ട്. കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയോ അനാസ്ഥയോ തെളിയിക്കപ്പെട്ടാൽ ഈ തുക ഇതിലും എത്രയോ ഇരട്ടിയായി വർദ്ധിക്കാം. അതുകൊണ്ട് തന്നെയാണ് കമ്പനികൾ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ തങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല എന്നാണ് എയർ ഇന്ത്യ ഇതിന് നൽകുന്ന വിശദീകരണം. കമ്പനിയുടെ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാൻ താൽപ്പര്യമില്ലാത്ത, എത്രയും പെട്ടെന്ന് അന്തിമ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രക്രിയ ആരംഭിച്ചത്. ഇതൊരു അന്താരാഷ്ട്ര മാനദണ്ഡമാണെന്നും കമ്പനി പറയുന്നു. ഒരു ക്ലെയിം പൂർണ്ണമായി തീർപ്പാക്കുമ്പോൾ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള സങ്കീർണമായ കേസുകൾ ഒഴിവാക്കാൻ ഇത്തരം ലീഗൽ വേവർ ലോകമെമ്പാടുമുള്ള വിമാന കമ്പനികൾ വാങ്ങാറുണ്ട്. 3-ാം കക്ഷികളായ ബോയിങ്ങിനെയോ GAയോ സംരക്ഷിക്കാൻ തങ്ങൾക്ക് യാതൊരു താൽപ്പര്യമില്ലെന്നും എന്നാൽ അവർക്കെതിരെ കേസ് വരുമ്പോൾ അത് പരോക്ഷമായി തങ്ങളെ ബാധിക്കാതിരിക്കാനാണ് ഈ പൊതുവായ നിയമഭാഷ ഉപയോഗിച്ചതെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കുന്നു. ആർക്കും മേൽ സമയപരിധിയോ സമ്മർദ്ദമോ ഇല്ലെന്നും വേണമെങ്കിൽ ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ട് വന്നതിനു ശേഷം മാത്രം ഈ തുക കൈപ്പറ്റാൻ കുടുംബങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. നിയമപരമായി എയർ ഇന്ത്യ പറയുന്നത് ശരിവയ്ക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊരു വലിയ ധർമ്മസങ്കടമാണ്. ഒരു വശത്ത് അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ, മറുവശത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തിന് കാരണമായി യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരാനുള്ള പോരാട്ടം. പണത്തിനുമപ്പുറം തങ്ങൾക്ക് വേണ്ടത് സുതാര്യതയും കൃത്യമായ ഉത്തരങ്ങളുമാണെന്ന് ഈ കുടുംബങ്ങൾ ഉറപ്പിച്ചു പറയുമ്പോൾ ഈ വ്യോമയാന ദുരന്തം കേവലം ഒരു നഷ്ടപരിഹാര തുകയിൽ ഒതുങ്ങേണ്ട ഒന്നല്ലെന്ന് വ്യക്തമാകുന്നു. വ്യോമയാന മന്ത്രാലയത്തിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണവും കുറ്റക്കാരും ആരാണെന്ന് പുറത്തുവരൂ.